ഇപ്പം ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് ലീവാണ്. അതുകൊണ്ട് രാവിലെ മുഴുവൻ സുഖമായിട്ട് കിടന്നുറങ്ങി. മറ്റേത് ശനിയാഴ്ച ദിവസം രാവിലെ 9-9:30 പോയാലേ ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ നേരത്തെ എണീറ്റിട്ട് ഫുഡ് കഴിക്കാൻ പോകണം ഹോസ്റ്റലിൽ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മുടെ സ്വന്തം വീടല്ലേ, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എണീക്കാമല്ലോ. അങ്ങനെ നേരെ വൈകിട്ടാണ് എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം കൂടി കിടന്നു. പിന്നെ തോന്നി എവിടെയെങ്കിലും പോകാമെന്ന്. അങ്ങനെ ഇപ്പോൾ കുറേ തെരഞ്ഞു പിടിച്ചു. കുറേ ദൂരെയാണ്, നമുക്ക് പോകേണ്ട വഴി അറിയാത്ത പ്രശ്നമുണ്ട്. ബസ് കിട്ടുമോ എന്നറിയില്ല, ബസ് റൂട്ട് ഏതാണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു മാളിലേക്ക് പോകാൻ പോവാം. ഞാൻ പോയിട്ടില്ല, ലുലുവിലേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോൾ വേറൊരു മാളാണ്. മെട്രോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മെട്രോ കയറാൻ പറ്റുമോ നോക്കാം. ഞാൻ കയറിയിട്ടുണ്ട്, നോക്കട്ടെ. റൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോകാൻ പറ്റുവാണെങ്കിൽ പോയിട്ട് വരാം. ബാംഗ്ലൂർ മെട്രോന്ന് നേരിട്ട് മാളിലേക്ക് കിടക്കാൻ പറ്റണതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് പറ്റുമെങ്കിൽ മെട്രോയിൽ കയറിയിട്ട്. പക്ഷെ എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. ഏതെങ്കിലുമൊക്കെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് പോകാൻ പറ്റുമോ നോക്കി വെക്കാം. അപ്പോൾ ഇതാണ് മന്ത്രി സ്ക്വയർ മാൾ എന്ന് പറയണത്. അകത്തെ വിശേഷങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും KFC ഉണ്ടെന്നറിയാം. പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ മാളിന് പുറത്തായിട്ട് തന്നെ ചെറിയ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പ്, ബാഗ്, ഡ്രസ്സുകൾ, പിന്നെ കുറേ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്സിഡൈസ് ജ്വല്ലറീസ് കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ വായും പൊളിച്ച് നിന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ നല്ല കട്ടിയുള്ള പാദസരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മാളിനകത്തേക്ക് വന്നു. ട്രെൻഡ്സിൽ അല്ലെങ്കിൽ മാക്സിൽ കണ്ടുവച്ചാൽ കയറണം എന്ന് വിചാരിച്ചിട്ടാണ് മാളിൽ പോയത്. അപ്പോൾ ആദ്യം തന്നെ ട്രെൻഡ്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത്. ബാഗും കാര്യങ്ങളൊക്കെ സാധാരണ യൂഷ്വലി ചെക്ക് ചെയ്യുന്ന പോലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ട്രെൻഡ്സിൻ്റെ ഫുഡ് വെയറും ഉണ്ട്, ഡ്രസ്സിൻ്റെ ഷോപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ഷർട്ടാണ് ജോബിസിന് 2 ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഒരു മഞ്ഞയും കറുപ്പ് ഏത് നേരിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടുവച്ച് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ വെള്ളയിൽ ഓലക്കീറുള്ളത് എടുത്തു. പിന്നെ എവിടെ ഏതൊക്കെ കളർ കണ്ടാലും അവസാനം ഞാൻ എത്തും ബ്ലാക്കിലേക്ക്. കള്ളി തന്നെയാണ് ഭംഗി. അപ്പോൾ 2 ഉണ്ട്. അതിൽ എനിക്ക് ഇതാണ് ഇഷ്ടമായത്. അപ്പം നമുക്കിത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പാൻറ് എടുക്കാൻ പോയി. ഡെയിലി വെയറിൻ്റെ പാൻറ്റുകൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡിമാർട്ടിലാണെന്ന് തോന്നുന്നു. ഡിമാർട്ടിൽ കയറി. പണ്ടൊക്കെ ഇതുപോലെ കടകളിലേക്കൊക്കെ പോകുമ്പോൾ മമ്മി അടുക്കളയ്ക്കുള്ള സാധനങ്ങളും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എന്തിനാ ഇതൊക്കെ വാങ്ങിക്കൂട്ടുന്നത്, ഇതൊന്നും എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ എന്നൊക്കെ. പക്ഷെ ഞാനിപ്പോൾ ഗൾഫിൽ പോയിട്ട് നമ്മുടേതായിട്ടുള്ളൊരു വീടായപ്പോഴും ഇപ്പോൾ അതേ ഇവിടെ വീടായപ്പോഴും അപ്പോഴാണ് ഞാനും ഓക്കെ ഇത് വേണോ അത് വേണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ സാമ്പാർ ഇഡ്ഡലി എന്ന് പറയും. കുഞ്ഞ് ഇഡ്ഡലിയിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കുഞ്ഞു പിള്ളേരുടെ സ്നാക്സ് ബോക്സ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ കാണില്ലേ, അതുപോലെ കുഞ്ഞു ഇഡ്ഡലിയുടെ ബോക്സ് കണ്ടു. കുഞ്ഞിതെന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് ഉണ്ടാവുള്ളൂ അതിൻ്റെ വൃത്തം എന്ന് പറയുന്നത്. അത്രയും കുഞ്ഞു ഇഡ്ഡലീസ്. പിന്നെ നമുക്ക് മോഡേൺ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടു. ഇത് ശരിക്കും കുക്കറാണേ. ആ ലിവർ പിടിച്ച് പൊക്കിയാലാണ് കുക്കർ തുറക്കുക. ആ ലിവർ താത്തി കഴിഞ്ഞാൽ കുക്കർ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് കണ്ടതായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും കാണിച്ചു തരാം എന്നുള്ള രീതിക്ക് എടുത്തതാണ്. പിന്നെ കുറേ കുക്കിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആവശ്യമുള്ളതൊക്കെ നോക്കി. പിന്നെ ഓൾറെഡി നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ വളരെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു. നോക്കൂ, അച്ചാറോ ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ കുഞ്ഞി പാത്രങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഓടിൻ്റെയൊക്കെ ഇല്ലേ, ബ്രാസ് എന്നൊക്കെ പറയണ അതിൻ്റെയൊക്കെ ഒരുപാട് തരത്തിലുള്ള പാത്രങ്ങളും കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ അലുമിനിയം സ്റ്റീലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ പറയണേ. അപ്പോൾ അതിൻ്റെയും കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓടിൻ്റെ പോലത്തെയാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് രാജകീയമായിട്ടുള്ള പ്രൗഢിയുള്ള പോലത്തെ പാത്രങ്ങളൊക്കെ പിന്നെയും തിരിച്ചു വരികയാണ്. അവിടെ നിന്ന് പിന്നെ ക്രോക്കറി ഐറ്റംസിൻ്റെ സ്ഥലത്തേക്കും പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, മുളക്, മല്ലി, മഞ്ഞൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 സെറ്റ് പാത്രങ്ങൾ വാങ്ങിച്ചു. മിക്സഡ് പൊടികൾ ഇടാൻ വേണ്ടിയിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര, ഉപ്പ് അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ശരിക്ക് സൂപ്പർ മാർക്കറ്റ് ഐറ്റംസ് ആയിട്ടുള്ള കുറച്ച് നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ് വാങ്ങിച്ചു, ഫ്രൂട്ട്സ് വാങ്ങിച്ചു. അതുപോലെ പൊറാട്ടയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. നാട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അവിടെ ഉള്ളപ്പോൾ ഇടയ്ക്കും തലയ്ക്കും വാങ്ങിക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നാട്ടിൽ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ വളരെ കുറച്ച് ലൈസോളും അത് ഇത് ബാത്റൂമിൽ സ്മെല്ല് വെക്കുന്നത്, എയർ ഫ്രഷ്നർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നോക്കി അങ്ങനെ നമ്മൾ ബില്ല് ചെയ്യാൻ പോവാണ്. കുറേ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോമോസിനൊക്കെ എന്തോ ഓഫർ പ്രൈസ് ഉണ്ട്. അപ്പം മോമോസ് അവർ ടേസ്റ്റ് ചെയ്യാൻ തരും, ചെറിയൊരു ബൈറ്റ്. നമുക്കിഷ്ടമാവുകയാണെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. അതുപോലെ തന്നെ പനീറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു.
പിന്നെ ചിക്കൻ നഗറ്റ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് വേണോ ഇങ്ങനെ ഉണ്ട്, ഓഫർ ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും. ഞാൻ കൂടുതലും പുറത്താണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ദുബായിലൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ലണ്ടൻ ഡയറീസിൻ്റെ ഐസ്ക്രീമൊക്കെ കിട്ടാറുണ്ട്. ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പാക്കറ്റ്സ് ഒക്കെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബിരിയാണി വെച്ചിട്ട് കൊടുന്നു തരാറുണ്ട്. ചെറിയൊരു ഐസ്ക്രീം പാത്രത്തിൽ ബിരിയാണി വെച്ചിട്ട് തരും, അവരുടെ മസാലാസ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ മോമോസ് കൊടുന്ന് തന്നിട്ട് മോമോസിൻ്റെ പാക്കറ്റ്സ് അവൈലബിൾ ആണെന്ന് പറയണതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് KFC കഴിക്കാൻ പോയി. നമ്മൾ കൂടുതൽ ക്യാഷ് കൗണ്ടറിൽ ചെന്നിട്ട് നമ്മുടെ ഓർഡർ പറയുകയാണ് ചെയ്യുക. പക്ഷെ കഴിയുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണം എന്നുള്ളതൊരു റിക്വസ്റ്റാണ് കേട്ടോ. കാരണം നമ്മുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ എനിക്കും പേടിയായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കൊക്കെ പഠിച്ചാൽ പഠിയാവുന്നതേ ഉള്ളൂ. മടിയൊന്നും വിചാരിക്കണ്ട. ഒരു പ്രാവശ്യം ചെയ്ത് അങ്ങ് കുത്തി നോക്കുക, കുഴപ്പമൊന്നുമില്ല. ചെയ്ത് ശരിയായില്ലെങ്കിൽ തിരിച്ചു പോരുക, അത്രയേ ഉള്ളൂ. പണ്ടൊക്കെ ഇവിടെ നാട്ടിലാണെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം, നമുക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്നുള്ളതായിരുന്നു. ഇന്ന് നമുക്ക് എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. ഞാൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഇടവഴിയിലായിട്ട് പിന്നെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ വഴി മൊത്തം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വൈകിട്ടത്തേക്ക് ഡൊമിനോസിൽ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ വന്നിട്ടുണ്ട്. ഒന്ന് ചിക്കൻ കീമ പിസ്സയും പിന്നൊന്ന് ഒണിയൻ പിസ്സയായിരുന്നു. ചിക്കൻ കീമ പിസ്സ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒണിയൻ പിസ്സ ഓഫ് കോഴ്സ് ഓണിയനും കുറച്ച് ചീസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൊള്ളാം, ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്യാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പിസ്സ കഴിക്കുന്നത് ശോഭ സിറ്റി, തൃശ്ശൂർ ശോഭ സിറ്റി തുടങ്ങിയിട്ട് ഞാനും മമ്മിയും വല്യമ്മയും കൂടിയിട്ട് ആദ്യമായിട്ട് കാണാൻ പോയപ്പോഴാണ്. അന്ന് ഞാൻ മാത്രമേ വാങ്ങിച്ചുള്ളൂ. വല്യമ്മയും മമ്മിയൊക്കെ എന്തായതാണെന്ന് അറിയാത്ത കാരണം പഴംപൊരിയും ചായയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഇഷ്ടമായിട്ടില്ലായിരുന്നു കേട്ടോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാ ഫ്ലേവർ വാങ്ങിക്കേണ്ടത്, ഏതായിരിക്കും ടേസ്റ്റ് എന്നൊക്കെ ഉള്ളൊരു ധാരണ ഇപ്പം ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ബ്രാൻഡിൻ്റെ നല്ലൊരു പിസ്സ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. പക്ഷെ എത്രയൊക്കെയാണെങ്കിലും നമ്മൾ മലയാളീസ് അല്ലേ, എടുത്ത വഴിക്ക് കഴിച്ചിട്ട് പറഞ്ഞു, ഓ ചിക്കൻ കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, 2 പൊറോട്ട വാങ്ങിച്ചാൽ മതിയായിരുന്നു ഉണ്ണിയെ. അതാണ് ഒരു ടിപ്പിക്കൽ മലയാളി. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ടെക്നോളജീസും കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് നമ്മളാണ് ഉപയോഗിക്കേണ്ടത്. അതുകൂടി പറഞ്ഞുകൊണ്ട് ബൈ ബൈ.